സ്ത്രീകൾ എപ്പോഴും തന്നെ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഒരു സർക്കാർ ജോലിയുള്ള ആൾ വേണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഒരു കല്യാണം കഴിഞ്ഞ് അല്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേർഡൻസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക സ്ത്രീകളെയാണ്. അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അവരെ നോക്കണം. പുരുഷൻ വർക്കൗട്ട് ചെയ്ത് പോകും, ഏത് സമയത്തും അവർക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് പോകാം, അവർക്ക് ഫ്രീഡം ഉണ്ട് പോകാനായിട്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഇമോഷണലാണ്, അവർക്കൊരിക്കലും ഈ പാരൻറ്റിങ് എന്നുള്ളതിൽ നിന്ന് അവർക്ക് വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും തന്നെ അത് നാച്ചുറലായിട്ട് വരുന്നൊരു സംഗതിയാണ്. പുരുഷന്മാരെ പൊതുവെ പ്രൊവൈഡേഴ്സായിട്ട് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഫാമിലി ലൈഫിൽ എപ്പോഴും അങ്ങനെ ഒരു പ്രൊവൈഡർ ഉണ്ടാകണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇന്ന് മാറിയ കാലഘട്ടത്തിൽ ഈ പുരുഷന്മാർ പ്രൊവൈഡർ എന്നതിലുപരി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ജെൻഡർ റോൾസ് എന്നതിന് പകരം എന്താ പറയുക, നമ്മൾ ഓരോരുത്തരും എന്തിലാണോ ബെസ്റ്റായിട്ടുള്ളത് അത് ആളുകൾ ചെയ്യുക. അതേപോലെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആർജിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് ഉള്ള പെൺകുട്ടികളോട് പറയാനുള്ളത്, അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ച് അവരധികം ചിന്തിക്കുകയും അവരതിൽ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുക. കല്യാണത്തിന് മുമ്പ് തന്നെ അതെന്തായിരിക്കണം എന്ന് തീരുമാനിക്കുകയും ആ ഒരു സെക്യൂരിറ്റി അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ശേഷം കല്യാണത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ളതാണ്.